ഹലോ വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകും കേട്ടോ. നല്ല നാടൻ കോഴി, വീട്ടിലുള്ള കോഴി അറുത്ത് ബിരിയാണി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉള്ളി വഴറ്റാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വലിയ ഉള്ളി അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 8-10 ഉള്ളി ഉണ്ടായിരിക്കും, അതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ഇതാ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല വേവുള്ളതല്ലേ, നമ്മുടെ ബ്രോയിലർ കോഴിയല്ലല്ലോ, വീട്ടിലുള്ള നാടൻ കോഴിക്ക് നല്ല വേവുണ്ടായിരിക്കും. അപ്പോൾ അത് ഉള്ളി ഇതൊക്കെ ആവുന്നതിന് മുൻപ്, മസാലയൊക്കെ ആക്കുന്നതിന് മുൻപ് ഒന്ന് കുക്കറിൽ വെച്ചൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി ഓക്കെ വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതാ മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ, കറിവേപ്പിലയും മല്ലിയിലയും. പിന്നെ നമുക്കുള്ള മസാലകളൊക്കെ ഇട്ടിടണം. ആദ്യം ഞാൻ ഇട്ടത് ഗരം മസാലയാണ് കേട്ടോ. 1 സ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഓവർ വേണ്ട, ബിരിയാണി നല്ല മഞ്ഞ കളറായിട്ട് നിൽക്കും, അതുകൊണ്ട് ഓവർ ഇടരുത്. പിന്നെ ഇട്ടത് ഉപ്പാട്ടോ. പിന്നെ ഇപ്പം ഇടുന്നത് ബിരിയാണി മസാലയാണ് കേട്ടോ. ബിരിയാണി മസാല ഇട്ടെങ്കിലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ളൊരിതുണ്ട്, അതുകൊണ്ട് തന്നെ ബിരിയാണി മസാല കുറച്ചേ ഉള്ളൂ ഉള്ളത്, ഫുള്ളായിട്ടങ്ങ് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിയിൽ മുളക് പൊടിയും മസാലപ്പൊടി അങ്ങനെ ഒന്നും ഇടാറില്ല, ഇതന്നെ ഇടാറുള്ളൂ കേട്ടോ കൂടുതലും. അപ്പോൾ നമ്മുടെ മസാല ഇതാ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. കണ്ട, ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി. നമ്മുടെ ചിക്കൻ അതിലേക്ക് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ, നല്ല വെന്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഉടയ്ക്കാൻ പറ്റില്ല. പിന്നെ ഞാനിതാ റൈസ് ഞാൻ വേവിച്ച് അടുപ്പിൽ തന്നെ വെച്ച് റൈസ് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് മറ്റൊരു ചെമ്പിലേക്ക് മാറ്റി കേട്ടോ. മറ്റ് പോട്ടിൽ നിന്ന് ഇതിലേക്ക് മാറ്റി, കാരണം നമുക്ക് ആശ്വാസമായിട്ട് ബിരിയാണി വിളമ്പി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ഈ ചെമ്പിൽ മാറ്റിയത്. ഇതാകുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് എടുക്കുന്ന സമയത്ത് സുഖമാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ ചെറുതായിട്ടൊന്ന് വേവ് കൂടിയ പോലെ തോന്നിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കി കേട്ടോ. അപ്പം ഞാൻ റൈസ് ഇതാ ഏകദേശം വേവിച്ച് ചെറിയൊരു വേവിൽ, ഫുൾ വേവായിട്ടില്ല, ചെറിയൊരു ഹാഫായിട്ട് ഞാൻ വേവിൽ റൈസ് ഊറ്റിയെടുത്തതാട്ടോ. ചെറിയ റൈസാണ് കേട്ടോ, വലുതല്ല, ചെറുതാണ്. അപ്പോൾ ഞാൻ ദമ്മിലിട്ടിട്ട്, അതായത് കണൽ മുകളിലിട്ടിട്ടാണ് ഞാൻ ഇതാക്കിയത്. പക്ഷെ ഞാൻ എടുത്ത വീഡിയോയിൽ ഒരുപാട് വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ, പക്ഷെ എല്ലാം എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ ഏകദേശം ദമ്മൊക്കെ ഞാൻ പൊട്ടിച്ചു കേട്ടോ. നല്ല സെറ്റായിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കാണിച്ചു തരാൻ കുറേ വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഓക്കെ.